ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടാവും ചെയ്യും ഈ ഒരു പലഹാരം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുൻപേ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് കാണുന്ന ഓപ്ഷനിൽ കൂടി സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട റവ ചൂടുവെള്ളത്തിലൊന്ന് ഇടണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കപ്പ് റവയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം, അത് സെയിം അളവിലാണ് നമ്മൾ വെള്ളവും ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വയ്ക്കണം. ഈ റവയൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉരുളക്കിഴങ്ങിൽ ഒട്ടും കട്ടകളില്ലാതെ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അളവ് വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാം പകുതി അളവിലെടുത്താൽ മതി. അതായത് 1/4 കപ്പ് റവ 2 ഉരുളക്കിഴങ്ങ് എന്ന കണക്കിൽ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. റവ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. അഥവാ ഇതിലെ കട്ടകളെങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി ഉടച്ചെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1 പച്ചമുളക് ചേർക്കണം. ഇതും വളരെ നേരിയതായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ഇതുപോലെ തന്നെ ചെറിയതായിട്ട് മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഈ ഉരുളക്കിഴങ്ങും റവയും ഉപ്പുമാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അഥവാ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അധികമാവരുത്. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ റവയിൽ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഇത് മുഴുവൻ കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതല്ലാതെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് ഒട്ടും കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ചെറിയൊരു വലുപ്പത്തിലുള്ള ഉരുളയാക്കി എടുത്തിട്ട് അത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ മാവൊക്കെ ഇതേ ഷേപ്പിലാക്കി എടുക്കാം. എല്ലാം ഏകദേശം ഒരേ തിക്നെസ്സിൽ തന്നെ നിങ്ങൾ ഇതുപോലെ ഷേപ്പാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ഓയിലിട്ടപാട് കരിഞ്ഞു പോകും, ചിലതധികം വേവാത്തതുപോലെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ അളവിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം വെക്കുന്ന പാത്രം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കണം. എന്നാൽ നമുക്കിത് പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഓയിൽ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഓയിലിട്ട് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ അങ്ങ് നിൽക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് മെല്ലെ മുകളിലേക്ക് വരുന്നത് കാണാം നമുക്ക്. ആ ഒരു സമയം ആയാലും മാത്രമേ നമ്മളിത് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതിനു മുൻപേ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇത് പൊട്ടി പോകും. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അധികം ഡാർക്ക് കളർ ആവണ്ട. ഈ ഒരു ഇതിലാവുമ്പോൾ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ ഒരു പരുവത്തിലായാലും നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം.
വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.